ഒരു ചെറുപട്ടി സന്തോഷത്തോടെ വേട്ടയാടുകയായിരുന്നു. അപ്പോൾ അവന്റെ മുന്നിൽ ഒരു സിംഹിണി. ഭയപ്പെടേണ്ട സമയത്ത് വായിൽ പിടിച്ചിരുന്ന ഇര അവൻ താഴെ വെച്ചു. നേരെ സിംഹിണിയുടെ അടുത്തേക്ക് ഓടി. അമ്പരന്ന സിംഹിണി ഇരയാണോ ശത്രുവാണോ എന്ന് തിരിച്ചറിയാനാകാതെ പട്ടിയെ അടിച്ചു. പക്ഷേ അവൻ പോയില്ല, വീണ്ടും മുന്നോട്ട്. സിംഹിണി കരുതി, ഇത് വെല്ലുവിളിയാണ്. അവൾ വീണ്ടും അടിച്ചു. പട്ടി പിന്മാറി. പക്ഷേ തിരിഞ്ഞുനോക്കി, ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞതുപോലെ. അടുത്ത നിമിഷം അവൻ മടങ്ങിവന്നു. വായിൽ ഒരു സിംഹക്കുഞ്ഞ്. അവന് വേണ്ടിയിരുന്നത് ഒരു അമ്മയെ. പക്ഷേ അപ്പോൾ ആകാശത്ത് ഒരു ഹെലികോപ്റ്റർ. ഭയന്ന സിംഹിണി ഓടി. പട്ടി ഒളിക്കാനൊരുങ്ങി. അപ്പോൾ അവൻ കണ്ടത് ഹെലികോപ്റ്ററിൽ തന്റെ യജമാനൻ. ഓടിപ്പോകണമെന്ന തോന്നൽ. പക്ഷേ അവൻ തിരിഞ്ഞുനോക്കി, തന്റെ ചുറ്റുമുള്ള സിംഹക്കുഞ്ഞുങ്ങൾ. കണ്ണീരോടെ അവൻ തീരുമാനിച്ചു, ഇപ്പോൾ ഞാൻ ഇവരെ വിട്ടുപോകില്ല. അങ്ങനെ നമ്മൾ അറിഞ്ഞു ഈ പട്ടിയുടെ കഥ. ഒരു കൊടുങ്കാറ്റിൽ അവൻ യജമാനിൽ നിന്ന് വേർപെട്ടു. യജമാനൻ രക്ഷപ്പെട്ടു. പട്ടി ഒരു ദ്വീപിൽ കുടുങ്ങി. അവിടെ ഒരു വേട്ടക്കാരന്റെ വെടിയേറ്റ് ഒരു സിംഹിണി മരിച്ചു. അല്പസമയം കഴിഞ്ഞ് പട്ടി കണ്ടത് 4 സിംഹക്കുഞ്ഞുങ്ങളെ. അമ്മയെ നഷ്ടപ്പെട്ട അറിയാതെ കരയുന്നവർ. അവൻ തീരുമാനിച്ചു, ഇനി ഞാൻ നിങ്ങളുടെ അമ്മ. പക്ഷേ അവൻ ഒരു പുരുഷപ്പട്ടിയാണ്, പാൽ ഇല്ല. കുഞ്ഞുങ്ങൾ വിശപ്പിൽ. പഴം കൊടുത്തു, അവർ തൊട്ടില്ല. ഒരു മുയൽ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ ഉത്സാഹിച്ചു. പക്ഷേ അവൻ മുയലിനെ വിട്ടയച്ചു. വിശപ്പോടെ തന്നെയായിരുന്നു അവൻ. പക്ഷേ നിരപരാധികളായ ജീവികളെ കൊന്നു പോഷിപ്പിക്കാൻ അവൻ തയ്യാറായില്ല. അവസാനം വേട്ടക്കാരന്റെ വീട്ടിൽ കയറി. വറുത്ത കോഴി വേട്ടക്കാരൻ കൊണ്ടുപോയി. പക്ഷേ കയറിൽ ഇനിയും 2 കോഴികൾ. ഒന്ന് എടുത്ത് കുഞ്ഞുങ്ങൾക്ക് നൽകി. അവന് പഴം മാത്രം. രാത്രി കഠിനമായ തണുപ്പ്. അവൻ വിറച്ചു. എന്നാൽ ഗുഹയ്ക്ക് പുറത്ത് കാവൽ നിന്നു. അടുത്ത ദിവസം വേട്ടക്കാരൻ പിടിച്ചു, വേട്ടപ്പട്ടിയാക്കാൻ കെട്ടിയിട്ടു. അപ്പോൾ ഒരു കറുത്ത ചെന്നായ. പട്ടിയുടെ ബുദ്ധിയാൽ അവൻ രക്ഷപ്പെട്ടു. അത് കണ്ട വേട്ടക്കാരൻ അവനെ ഇഷ്ടപ്പെട്ടു, കെട്ട് അഴിച്ചു. എന്നാൽ കാവലിന് വെച്ച കോഴി അവൻ മോഷ്ടിച്ചു. കാരണം 4 കുഞ്ഞുങ്ങൾ വീട്ടിൽ കാത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. സിംഹിണിയെ കണ്ടെത്തണം, കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അമ്മ. അനവധി അപകടങ്ങൾ. ചെന്നായ, വലിയ കാട്ടുമൃഗങ്ങൾ, ഉയർന്ന മലകൾ. ഒരു കുഞ്ഞിനെ വായിൽ, മറ്റുള്ളവർ പിന്നിൽ. ഒരിക്കൽ ഒരു കഴുകൻ ഒരു കുഞ്ഞിനെ പിടിച്ചു, അവൻ നഷ്ടപ്പെട്ടു, ഇപ്പോൾ 3. അവസാനം പട്ടിയുടെ ബുദ്ധിയും ധൈര്യവും വിജയിച്ചു. ഒരു സിംഹിണി അവളുടെ കുഞ്ഞുങ്ങളെ കണ്ടു. അവൾ തിരിച്ചറിഞ്ഞു. ഒരു പട്ടി ഇത്ര നാൾ വരെ വളർത്തിയല്ലോ. അവൾ തിരിഞ്ഞുവന്നു, കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു. പട്ടി ഒന്നും പറയാതെ തിരിഞ്ഞുനിന്നു. ഇതായിരുന്നു അവന്റെ വിട. ഒറ്റപ്പെട്ട ദ്വീപ്, ഇനി എവിടെ പോകും? അവൻ കുന്നിൻ മുകളിൽ നിശബ്ദമായി കാത്തുനിന്നു. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ. യജമാനൻ അവനെ കണ്ടെത്തി. പട്ടി രക്ഷപ്പെട്ടു.